ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു ട്രീ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈൻ ഇതുപോലെ ഇടുക. പിന്നെ അടുത്തതായിട്ട് ഒരു ലൈൻ ഇതുപോലെ ഇട്ടു. ഇനി ഇതിന് നടുക്കായിട്ട് ഒരു യു വരച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ലൈൻ വരയ്ക്കുക. ഇനി കുറച്ച് വളഞ്ഞ രീതിയിൽ ഒരു ലൈൻ കൂടി വരച്ച് കൊടുത്തു. ഇത് ട്രീയുടെ ട്രങ്കാണ്. ഇനി നമുക്ക് ഇത് കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിൽ പേസ്റ്റിലാണ്. നിങ്ങൾക്ക് ഓയിൽ പേസ്റ്റിലോ അല്ലെങ്കിൽ ക്രയോൺസോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആദ്യം ക്രയോൺസ് കൊണ്ട് ചെയ്തിട്ട് പിന്നെ ഓയിൽ പേസ്റ്റിൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ബേസ് നല്ലതായിട്ട് തറവായിട്ട് വരും. നമ്മളിപ്പോഴും എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ ഡാർക്ക് ബ്രൗൺ, യെല്ലോ, ഇത്രയും കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ബ്ലാക്ക് കളർ കൂടി നമുക്ക് വേണം. ആദ്യം യെല്ലോ കളർ ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഇത് നമ്മളുടെ സൺലൈറ്റ് എവിടെയാണോ ഉള്ളത് ആ പൊസിഷനിലാണ് നമ്മൾ ലൈറ്റായ യെല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇടത് സൈഡിലായിട്ട് സൺലൈറ്റ് ഉള്ള രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുന്ന പിക്ചറിൽ വലത് സൈഡിലാണ് സൺലൈറ്റ് ഉള്ളതെങ്കിൽ മറു സൈഡിൽ ലൈറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഇതാദ്യം നോക്കി വരച്ച് പഠിച്ചതിന് ശേഷം മറു സൈഡിൽ ലൈറ്റ് വരുന്ന രീതിയിൽ ചെയ്ത് പഠിക്കാം. മറു സൈഡിൽ ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷാഡോ വരേണ്ടത്. ഷാഡോ ഇവിടെ ഡാർക്ക് ബ്രൗൺ കളറാണ് ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. വളരെ പതുക്കെ സാവകാശം ഇത് ചെയ്താൽ മതിയാകും. ഇത് ട്രീയുടെ ട്രങ്കിനകത്തുള്ള ടെക്സ്ചറുകളാണ്. ഇത് വളരെ ചെറുതായിട്ട് 2-3 വരകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ലൈറ്റ് ഗ്രീൻ എടുക്കാം. അത് നമുക്ക് ട്രീയുടെ ലീവ്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ലീവ്സായിട്ട് തന്നെ വരയ്ക്കേണ്ട. അതിൻ്റെ ഒരു ദൂരെ കാണുന്ന സമയത്ത് ലീവ്സായിട്ട് കാണത്തില്ല. അതുകൊണ്ട് നമുക്കിതുപോലെ കളറ് അപ്ലൈ ചെയ്താൽ മതിയാകും. ട്രീയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ചെയ്താൽ മതിയാകും. ഇവിടെ കളറ് ക്രയോൺസ് ആയാലും ഓയിൽ പേസ്റ്റിലായാലും അത് ചരിച്ച് പിടിച്ചതിന് ശേഷമാണ് കളറ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ആണുള്ളതെങ്കിൽ ക്രയോൺസ് വെച്ച് ചെയ്യുക. ഓയിൽ പേസ്റ്റിലാണുള്ളതെങ്കിൽ ഓയിൽ പേസ്റ്റിൽ വെച്ച് ചെയ്യുക. ഒരു ഫുൾ പേജ് പിക്ചറായിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ എടുക്കാം. ഞാനിവിടെ പേഴ്സൺ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂ ഇതിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ പേഴ്സൺ ബ്ലൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡാർക്ക് ബ്ലൂ എടുത്താൽ മതിയാകും. അത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡായിട്ട് തന്നെയാണ് ഡാർക്ക് ബ്ലൂവും വന്നിട്ടുള്ളത്. ഇവിടെ ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്യുകയാണ്. അത് നമുക്കൊരു ഷാഡോയ്ക്ക് വേണ്ടിയിട്ടാണ് ഡാർക്ക് ബ്ലാക്ക് കളറ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് ട്രീയുടെ ഇടയിൽ വരുന്ന ഈ ലീവ്സിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ഒരു ഷാഡോ ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ചെറിയ ക്രോകൾ നമുക്ക് വരച്ചു കൊടുക്കാം. ക്രോ ഒരിക്കലും വലുതായിരിക്കത്തില്ല. മിക്ക കുട്ടികളും ക്രോ വരയ്ക്കുന്ന വളരെ വലുതായിട്ടാണ്. സ്കൈയിൽ ഇത്രയും ദൂരെ കാണുന്ന ക്രോ തന്നെ കുഞ്ഞാണ്. പിന്നെ ദൂരെ കാണുമ്പോൾ അത് കുഞ്ഞായിട്ടേ കാണത്തുള്ളൂ. ഇനി നമുക്ക് ബ്ലൂ കളർ എടുത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗങ്ങളിലും ബ്ലൂ വരുന്ന രീതിയിലല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. കുറച്ച് വൈറ്റ് വിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതൊരു ചരിഞ്ഞ എഫക്റ്റിലാണ് ഇവിടെ കളർ കൊടുത്തു പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ചെറിയ കുഞ്ഞു ബുഷസ് അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ്, പുല്ലുകളൊക്കെ ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് വരയ്ക്കുകയാണ്. അതിന് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇത് വളരെ സ്ലോ സ്പീഡിൽ വച്ചിട്ട് പതുക്കെ വരച്ചെടുത്താൽ മതിയാകും.
ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രൗണ്ടിന് കളറ് കൊടുക്കുകയാണ്. ഗ്രൗണ്ടിൽ പുല്ല് നിൽക്കുന്നതായിട്ട് വരയ്ക്കുന്നതിനാണ് അത് ചെയ്യുന്നത്. ഇനി അതിന് നടുക്കായിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറും കൊടുക്കുകയാണ്. ഈ പിക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വരയ്ക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.